PD സതീശന്റെ ബഡ്ജറ്റ് ഇന്നലെ പാസ്സായിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് അതിൽ സലീം കുമാറിന് വേണ്ടിയിട്ട് സ്മാരകം 1 കോടി രൂപ ചെലവിൽ പണിയുന്നു. അതിലധികം കുറേയധികം വിമർശനം വരുന്നുണ്ട്. ചേട്ടൻ സലീം കുമാറിന്റെ അയൽവാസിയാണ്, നാട്ടുകാരനാണ്. ചേട്ടൻ എന്താണ് ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത്? പറയാനുള്ളത് അത് ഈ സ്മാരകം പണിയുന്നതുകൊണ്ട് ഒരു 10 പേർക്ക് അങ്ങേരുടെ പേരിൽ ഒരു വീട് വെച്ചു കൊടുക്കാം. ഒരു 10 ഭവനമില്ലാത്ത ആളുകൾക്ക് 10 ഭവനങ്ങൾ പണിത് കൊടുക്കാം. അതിൽ വേണമെങ്കിൽ ഒരു സ്മാരകം വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ പണിയാം. അപ്പോൾ അതിൽ കൊള്ളുന്ന ഒരു സംവിധാനം ചെയ്യാന്നുള്ളതാണ്. സ്മാരകത്തിന് പകരം അദ്ദേഹത്തിന്റെ പേരിൽ കുറച്ച് വീട് പണിയണമെങ്കിൽ അത്രയും നല്ലതാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു 10 വീടെങ്കിലും പണിത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് അതൊരു ഉപകാരപ്പെടും. സ്മാരകം പണിതിട്ട് ആദ്യം ചെയ്യാനും എന്തിനു വേണ്ടിയാണ് സ്മാരകം? ഈ ആളെ കണ്ടുകൊണ്ടിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു 10 വീട് വെച്ച് കൊടുക്കുമ്പോൾ 10 കുടുംബം നന്നാവല്ലേ. അപ്പോൾ അങ്ങനൊരു സംവിധാനം എൻ്റെ പേരിൽ. എന്താണ് മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് പറയാനുള്ളത്? മുഖ്യമന്ത്രിനെ പറ്റി ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രിനെ ഞങ്ങളെ ഈ MLA അല്ല. അപ്പോൾ മുഖ്യമന്ത്രിനെ പറ്റി ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി നല്ല പ്രവർത്തനങ്ങളാണ്. നാട്ടുകാരനല്ലേ സലീം കുമാറിന്റെ? പിന്നെ ഞങ്ങളിവിടെ ചായ കുടിക്കാനൊക്കെ 10 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ന് ആളുകൾ ഓർക്കും. ഇത് സ്മാരകം പണിതിട്ട് കഴിഞ്ഞാൽ അവിടെ പട്ടിമുള്ളും. പട്ടിമുള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. ഇതൊരു 10 അന്നേരം കൊണ്ട് ഒരു 10 വീട് വെച്ചിട്ട് അതിൽ പെടുന്നൊരു സ്മാരകവും വേണമെങ്കിൽ പണിയാം. മുഖ്യമന്ത്രി VD സതീശല്ലേ ഇന്നലെ എന്താണ് 1 കോടി രൂപയുടെ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു സലീം കുമാറിൻ്റെ സ്മാരകം പണിയണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലധികം കുറേയധികം വിമർശനം വരുന്നുണ്ട്. ചേച്ചി സലീം കുമാറിൻ്റെ നാട്ടുകാരിയാണ്, അയൽവാസിയാണ്. എന്താണ് ഈ വിഷയത്തിൽ എന്താ സ്മാരകം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സ്മാരകത്തിന് പകരം വേറെ എന്തെങ്കിലുമാണോ ചെയ്യേണ്ടത്? എന്താ ചേച്ചിക്ക് എന്താ അഭിപ്രായം? കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്, മോശമൊന്നുമില്ല. നല്ലൊരു നടനല്ലേ. അപ്പം അത് കാരണം ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ ഓൺലൈനിൽ കുറേ പേര് വീട് വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ പറയണ കേട്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്, മോശം അഭിപ്രായമില്ല. പിന്നെ VD സതീശൻ മുഖ്യമന്ത്രി സാറ് ഇവിടെ നല്ലോണം ജനങ്ങൾക്കായാലും നല്ലൊരു വ്യക്തിയായാലും പൂർണ്ണ വിശ്വാസവും. സ്മാരകം പണിയതിൽ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. സലീം കുമാർ നല്ലൊരു നടനല്ലേ. അതിലെനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ അഭിപ്രായം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്മാരകത്തിന് പകരം വീട് പണിയില്ല എന്തായാലും കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ നല്ലത് കുറച്ചും കൂടി ഓർക്കാൻ നല്ലത് വീട് പണിയണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അതിലെന്താ പറയുള്ളത്? അതില് എനിക്ക് സ്മാരകം പണിയെന്നല്ലേ പറഞ്ഞത്. പിന്നെ അതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ല. പിന്നെ അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോശമില്ല. കാരണം ഞങ്ങളുടെ നാട്ടുകാരനാണ്. പിന്നെ സലീം കുമാർ സുനു ചേച്ചിനായാലും ഭാര്യനായാലും ഞങ്ങളുടെ അയൽവാസിയാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നല്ല അഭിപ്രായം തോന്നി. നല്ലൊരു മനുഷ്യനാണ്, വേറെ കുഴപ്പമൊന്നും. ഇന്നലെ ബഡ്ജറ്റ് പാസ്സാക്കിയതിൽ സലീം കുമാറിൻ്റെ 1 കോടി രൂപയുടെ സ്മാരകം എന്താണ് പണിയണം എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നിട്ടായിരുന്നു. അല്ല, വാർത്തകളല്ല, ബഡ്ജറ്റ് പാസ്സാക്കി എന്നിട്ട്. അപ്പം അതിനെതിരെ കുറേ അധികം വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്തിനാണ് 1 കോടി രൂപയുടെ ആവശ്യം, അല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, അങ്ങനെ ചേട്ടൻ സലീം കുമാറിൻ്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? അതെ, എന്തായാലും സംഭവം അതായത് 1 കോടി രൂപയ്ക്ക് സ്മാരകം പണിയേണ്ട ആവശ്യമില്ല. സ്മാരകം വേണം, പക്ഷേ അത്രയും മുതൽ മുടക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അതിനകത്തുള്ള ഇത്. ഇപ്പം ഇത് ഈ ബഡ്ജറ്റ് തെറ്റായ അല്ല, അത്രയും എമൗണ്ട് മുടക്കണ്ടെന്നുള്ളതാണ്. ഇത് വേണം, സ്മാരകം വേണം. അങ്ങേക്ക് അത്രയും കോടി രൂപയൊക്കെ മുടക്കി ചെയ്യുന്ന സാധാരണക്കാർക്ക് ഒരാളിൽ നഷ്ടമാണ്. സാധാരണക്കാർക്ക് ആ കാശ് കൊണ്ടാൽ ചെയ്യാനും പറ്റും. അല്ല 50 രൂപയൊക്കെ ആണെങ്കിൽ ശരിയാണ്. 1,00,000 കോടി അങ്ങനെ വലിയ കുഴപ്പമില്ല. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ സ്മാരകത്തിന് പകരം കുറച്ച് വീടുകൾ പണിതിട്ട് അദ്ദേഹത്തിന് സ്മാരകം തന്നെ വേണം, പക്ഷെ അത് ഇത്രയും എമൗണ്ട് ആകുമ്പോൾ പാവപ്പെട്ടവർക്ക് ഉപകാരം ചെയ്യും. സ്മാരകത്തിന് പകരം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് കുറെ ആൾക്കാർക്ക് വീട് പണിത് കൊടുക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. അത് കുറച്ചും കൂടി അതിപ്പോൾ സലീം കുമാർ കുറെ ആൾക്കാർ പറഞ്ഞതാണ്, എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല.
സലീം കുമാർ ജീവിച്ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്മാരകം പണിയണം എന്ന് പറഞ്ഞ പുള്ളിയെ തന്നെ അങ്ങനെ വിമർശിക്കും. ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് പുറമെ. ഇവിടെ ആൾക്കാർക്ക് ബജുവിൻ്റെ വലിയ ഈ സലീം കുമാറായിട്ട് കോണ്ടാക്ട് കുറവാണ്. ഇവിടെ ഈ അയൽപക്കത്ത് ഇവിടെ നാട്ടുകാരൊക്കെ ഇയാൾക്ക് മക്കളുടെ ആരെന്ന് പറയുന്നൊക്കെ എനിക്ക് പോലും ഇവിടെയുള്ള തൊട്ട അയൽപക്കത്തുള്ള അറിയില്ല ആൾക്കാരായിട്ട്. പക്ഷെ പുറമെയുള്ള ആൾക്കാർക്ക് നല്ല ഗുണങ്ങളുള്ള ആളാണ്. ഇവിടെ വിട്ടിട്ട് പാവപ്പെട്ടവരൊക്കെ സഹായിക്കുന്ന ആളാണ്. പുള്ളി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ സ്മാരകം പണിയണമെന്ന് ചോദിച്ചാൽ പുള്ളി വേണ്ട എന്ന് പറയുള്ളൂ എന്ന് പുള്ളി ജീവിച്ചിരിക്കും. അങ്ങനെയാണ് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ സ്മാരകത്തിന്റെ ആവശ്യമില്ല. അല്ല ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരിച്ചുപോയ സ്മാരകം പണിയണോ ചോദിച്ചാൽ അങ്ങനെ പണിയണ്ടെന്ന് തന്നെ പുള്ളി പറയാം. അത് ശരിയാ, അത് ചിലപ്പോൾ പറയാൻ സാധ്യത ഉണ്ടാവില്ല. കാരണം അങ്ങേരുടെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പൈസ മുടക്കി സംസ്കരിക്കേണ്ടെന്നുള്ള രീതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ രീതിയിൽ കൂടെ പോയേക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് സ്മാരകത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അയാൾ പറയുള്ളൂ. ഇത് എന്താണ് രാഷ്ട്രീയം ഉണ്ടതില്? അത് സതീശനെ സംബന്ധിച്ച് സതീശന് ഇത്തവണ ഇലക്ഷനൊക്കെ വേണ്ടി ഒരുപാട് ഈ സലീം കുമാറും കോൺഗ്രസ്സുകാരനാണല്ലോ. അപ്പോൾ ഇലക്ഷന് വേണ്ടി അയാൾ ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇത് വെച്ചും കൂടിയാണ് അയാൾക്ക് അങ്ങനെ ഈ പൈസ വെച്ചേക്കണം. അല്ലാണ്ട് വേറൊന്നുമല്ല. അതാണ് അത്ര 1 കോടി രൂപ വെച്ച് സ്മാരകമാണ് ചെയ്യണത്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും സിനിമാ നിലയത്തിലുള്ളവർക്ക് സഹായമായി രാഷ്ട്രീയ രംഗത്തും പിടിപ്പായി. അപ്പോൾ അവർക്ക് ഇതായില്ല. അങ്ങനെ എല്ലാം കൂടിയുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ VD സതീശൻ മുഖ്യമന്ത്രി സലീം കുമാറിന് വേണ്ടിയിട്ട് 1 കോടി രൂപയുടെ സ്മാരകം പണിയെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ കുറേ അധികം വിമർശനങ്ങൾ വരുന്നുണ്ട്. അത് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നിട്ട് വിമർശനം വരുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിതൂടെ എന്ന് പറയുന്നുണ്ട്. ചേട്ടനാണ് എന്താണ് അഭിപ്രായം? ചേട്ടൻ സലീം കുമാറിൻ്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്. എനിക്ക് വേണ്ടെന്നുള്ളതാണ്, എനിക്ക് അഭിപ്രായമില്ല. ഇത്രേ ഉള്ളൂ പറയാൻ. സ്മാരകത്തിൻ്റെ ആവശ്യമില്ല. ഇല്ല, ആവശ്യമില്ല. എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം? പുള്ളി ആർക്കും ഒരു ഉപകാരിയല്ല. അത്രയുള്ള വേറെ ഒന്നും പറയാനില്ല. സലീം കുമാർ ആർക്കും ഉപകാരമില്ല. സലീം കുമാർ ആർക്കും ഉപകാരമില്ല. അല്ല. പലരും ഇങ്ങനെയൊക്കെ ചോദിച്ചു വരും ഇങ്ങനെയൊക്കെ സഹായത്തിനേ. അപ്പം ഒന്നും കൊടുക്കില്ല പുള്ളി. വേറെ ഒന്നും പറയാനില്ല എനിക്ക്. അല്ല, കുറെ ആൾക്കാർ എല്ലാവരും പറഞ്ഞത് നല്ല അഭിപ്രായമാണ്. പറ്റുന്നില്ല അവിടുന്ന് പറഞ്ഞത് നല്ല അഭിപ്രായമായിരുന്നു. സലീം അല്ല, സ്മാരകം വേണമെന്നല്ല, സലീം കുമാറിനെ വേണ്ടിയിട്ട് നല്ല അഭിപ്രായം കുറെ ആൾക്കാർ പറഞ്ഞത്. ഇതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. സ്മാരകത്തിന് പണിത വീടാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ആർക്കെയും പണി കൊടുക്കാനോ? അതാണെങ്കിൽ നല്ല കാര്യമാണ്. ഇത് സ്മാരകമല്ലേ, ഒരു വീട് അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അത്രേ ഉള്ളൂ. സ്മാരകത്തിൻ്റെ ആവശ്യമില്ല. ഇല്ല, എൻ്റെ അഭിപ്രായം അതാണ്. പലരും എതിർക്കണ്ടെന്ന് പേപ്പറിലൊക്കെ പറയുന്നുണ്ട്. ചേട്ടനെ കാണാറില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ലേ? പുള്ളി പുറത്തേക്കൊന്നും ഇറങ്ങില്ല. ഒരു 5 മിനിറ്റ് നടന്നാൽ മതി എൻ്റെ വീട്ടിൽ നിന്ന് പുള്ളിയുടെ വീട്ടിലേക്ക് വിടാം. സംസാരിച്ചിട്ടില്ല? ഇല്ല, പുള്ളി പുറത്തേക്കൊന്നും ഇറങ്ങില്ല. സുഖമില്ലാത്ത ആളല്ലേ. ശേഷൻ ഇന്നലെ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ സലീം കുമാറിന് 1 കോടി രൂപയുടെ ചെലവിൽ സ്മാരകം പണിയെന്ന് പറഞ്ഞത്. അതിൽ കുറേ ആൾക്കാർ അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട്. എന്തിനാണ് ഇതിന് ആവശ്യം എന്ന രീതിയിലും പറയുന്നുണ്ട്. അല്ലെങ്കിൽ സ്മാരകത്തിന് പകരം വേറെ എന്തെങ്കിലും പണിയില്ല നല്ലതെന്നും പറയുന്നുണ്ട്. സ്മാരകം പണിയുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ചേട്ടൻ അയൽവാസിയാണ്, നാട്ടുകാരനാണ്. അല്ല, അത് സർക്കാരിന് ഇങ്ങനെ അത് പേരിടൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സ്മാരകം എന്ന് പറഞ്ഞാൽ അല്ല, സലീം കുമാറിനോട്ട് പോണില്ലല്ലോ, സർക്കാരിലോട്ട് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. 1 കോടി രൂപയുടെ ചെലവിൽ അത് ആവശ്യമുണ്ടോ എന്ന രീതിയിലാണ് പറയണത്. അല്ലെങ്കിൽ 1 കോടി രൂപക്ക് വേറെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും വീട് വെച്ചുകൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്നും പറയുന്നുണ്ട്. വീടൊക്കെ വെച്ചു കൊടുക്കണ്ടല്ലോ വേറെ. ഇതിപ്പോ ഒരു ഭാരതരത്നം കിട്ടിയ ഒരു വ്യക്തിക്ക് എറണാകുളത്ത് ഒരു സ്മാരകം ചെയ്യണം നല്ലതാണ്. നല്ലതല്ലേ? ചേട്ടൻ്റെ അഭിപ്രായം? നല്ലതാണ്. വിമർശിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നമ്മുടെ ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് നമുക്കത് നല്ലതായിട്ട് തോന്നണം. നേരിട്ട് സംസാരിച്ചിട്ടൊക്കെ നമ്മളെ അയൽവാസിയല്ലേ. ഇതൊരു VD സതീശൻ ഇന്നലെ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. 1 കോടി രൂപക്ക് സ്മാരകം പണിയെന്ന് പറഞ്ഞിട്ട് സലീം കുമാറിന്റെ പേരിൽ. അതിനോട് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ചേട്ടൻ സലീം കുമാറിന്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്, എന്താണ് പറയാനുള്ളത്? നമുക്കതിനെ പറ്റി എതിർപ്പൊന്നും പറയാൻ പറ്റൂല. നമുക്ക് അതിനെ പറ്റി എന്തെന്നാണ് എതിർപ്പ് പറയണത്? സ്മാരകം ആവശ്യമുണ്ടോ? സ്മാരകം അല്ല, സ്മാരകം ആവശ്യമുണ്ട്. സ്മാരകം ആവശ്യമുണ്ട്.
പലരും അഭിപ്രായം പറയണ സ്മാരകത്തിന് പകരം കുറച്ച് വീട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്പെട്ടെന്നെ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്കോട് തോന്നണ്ടേ? ചേട്ടൻ എന്താണ് പറയാം, വീടാണോ നല്ലത് സ്മാരകമാണോ പണി? ഞാൻ ഒന്നിനും ഒരഭിപ്രായം പറയാനില്ല. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നാട്ടുകാരനല്ലേ? നാട്ടുകാരനാണ്. പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാം ഇല്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറ് ഇന്നലെ ഒരു ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. സലീം കുമാറിന് വേണ്ടിയിട്ട് 1 കോടി രൂപയുടെ സ്മാരകം പണിയണം എന്നിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്ന? അല്ല, മുഖ്യമന്ത്രി അങ്ങനെ സ്മാരകത്തിൻ്റെ ആവശ്യമുണ്ടോ? എറണാകുളത്തൊരു സ്മാരകം പണിയണം സലീം കുമാറിൻ്റെ പേരിൽ എന്നിട്ട് അതിലെന്താ പറയാനുള്ളത് 1 കോടി രൂപക്ക്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങളെ പോലുള്ള പാവങ്ങളെ എങ്ങനെ ജീവിച്ചു? ഞങ്ങൾ വല്ല പെൻഷനും അതും ഇതൊക്കെ കിട്ടിയാലും ഞങ്ങൾ ജീവിക്കണതാണ്. അല്ല, നാട്ടുകാരി എന്ന നിലയിൽ സലീം കുമാറിന് 1 കോടി രൂപയുടെ സ്മാരകത്തിന്റെ ആവശ്യമുണ്ടോ ചേട്ടന്? ചേച്ചി പറയുന്നുണ്ട്, ഞാൻ ബാക്കി പറയാം. അങ്ങനെ ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. ഇനി ഇഷ്ടമുള്ളതാണെങ്കിൽ വെച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൽ എതിർപ്പില്ല. അല്ല, സ്മാരകത്തിന് പകരം വീട് പണിതതിൽ നന്നായിരുന്നേന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടോ വേറെ ഉപകാരപ്പെടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ സ്മാരകത്തിന് നല്ലത് വല്ല പാവപ്പെട്ട പെൺകുട്ടികളെ കൊടുക്കേ, അല്ലെങ്കിൽ വല്ല വീട് പണിത് കൊടുക്കേ, അങ്ങനെയൊക്കെ ചെയ്യണെങ്കിൽ കാര്യം. സ്മാരകത്തിന് ആവശ്യമില്ല. ഞങ്ങൾ പറയുമ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. അല്ല, അഭിപ്രായമല്ല ചേച്ചിക്ക് ചേച്ചിയുടെ അഭിപ്രായം പറയാൻ എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. ആവശ്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ പണിതോട്ടെ, നമുക്ക് എതിർപ്പില്ല. ജനങ്ങളുടെ ടാക്സ് ആണ്. അതാണ് ഇത്. നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ഇതിൽ നിന്ന് ഓരോന്ന് കിട്ടിയാണ് നമ്മുടെ ജീവിതം. ഒരു വയ്യാത്ത ആളാണത്, സ്റ്റോക്ക് വന്ന് തളർന്നിരിക്കുന്ന ഒരാളാണത്. അതിന്റെ പേരിലാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണത് നമ്മൾ. ഇതൊരു വാടക ഇല്ല, ഒന്നുമില്ലാണ്ട് പാർട്ടി തന്നേക്കണ ഒരു കടയിലേക്ക്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം പോകണം. അപ്പം നമുക്ക് ഉപകാരപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നമുക്കൊരു ഉപദ്രവവും ഇല്ല, സതീശനെ നമുക്ക് വെറുപ്പുമില്ല. ഞാൻ ചേട്ടനോടൊന്നും ചോദിക്കട്ടെ. ഇപ്പോൾ കേട്ടെ, അവിടെ ഇരുന്നോ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ എന്താണ് മുഖ്യമന്ത്രി സാറ് വി.ഡി. സതീശൻ ഇന്നലെ ബഡ്ജറ്റ് പാസ്സാക്കി 1 കോടി രൂപയുടെ പേരിൽ സലീം കുമാറിന് സ്മാരകം പണിയണം എന്ന് പറഞ്ഞിട്ട്. അതിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? സ്മാരകത്തിൻ്റെ ആവശ്യമുണ്ടോ? പണിയല്ല എന്നുള്ള അഭിപ്രായം നോക്കില്ല. അങ്ങനെ പണിയെന്ന് പണിതോട്ടെ, അതായത് നമുക്ക് എതിർപ്പില്ല. കാരണം വെച്ചാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല അതിന്. മനസ്സിലായ? അവിടെ സ്മാരകം പണിയുന്ന സതീശന് വേണ്ടിയിട്ട് സ്മാരകം പണിയണതിന് എനിക്ക് എതിർപ്പില്ല. അത് പണിയാനായിട്ട് നമ്മളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല തരാനായിട്ട്. അല്ല ഞാൻ വേറെ കാര്യം പറയുകയാണെങ്കിൽ സ്മാരകത്തിന് പകരം വീട് പണിയണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയാണെങ്കിൽ ജനങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യമായിരുന്നു എന്നാണ് പലരുടെ അഭിപ്രായം. നല്ല അഭിപ്രായമുള്ളത്. വീട് അവർക്കുണ്ടല്ലോ അവിടെ, നല്ല വീട് അവർക്കല്ല, ജനങ്ങൾക്ക് വരും. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണതിന് നമുക്ക് എതിർപ്പില്ല. അങ്ങനെയല്ല ശരിക്കും വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. സ്മാരകത്തിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നല്ലത് എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ ഒരു സ്മാരകം വേണമെന്നില്ല. അതെ, സ്മാരകം ഇന്ന കാര്യത്തിന് വേണ്ടി സ്മാരകം എന്നുള്ളതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇഷ്ടാനുസരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക്. സ്മാരക സാർ ഇന്നലെ ഒരു ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടായിരുന്നു സലീം കുമാറിന് വേണ്ടിയിട്ട് 1 കോടി രൂപയുടെ സ്മാരകം പണിയണം എന്ന രീതിയിൽ. അപ്പോൾ ചേട്ടന് സലീം കുമാറിൻ്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്. ചേട്ടൻ എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? നല്ല കാര്യമാണ്. പുള്ളിക്ക് വളരെ അവാർഡുകളൊക്കെ കിട്ടിയതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പലരും പറയുന്നതിൽ വിമർശിക്കുക സ്മാരകം പണിയേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ കുറേ വിമർശനം വരുന്നുണ്ട്. അതിനോടൊന്നും പറയാനുള്ളത്? അതിപ്പോൾ എനിക്ക് അത്ര പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. നമ്മുടെ നാട്ടുകാരനെന്നുള്ള രീതിയിൽ അയൽവാസി നാട്ടുകാരനായതുകൊണ്ട് എനിക്ക് സ്മാരകം പണിയേണ്ടത് നല്ലതാണെന്ന് ചേട്ടൻ അഭിപ്രായം? കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്മാരകത്തിന് പകരം കുറച്ച് വീടുകൾ അല്ലെങ്കിൽ കുറച്ച് പേർക്ക് വീട് വെച്ചാൽ നന്നായിരുന്നു എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല കാര്യമല്ലേ പറയുന്നത്. അതിനോടെന്താ പറയുള്ളത്? സ്മാരകത്തിന് പകരം വീടല്ല കുറച്ചും കൂടി നല്ലത്? ഒരു വിധത്തിൽ നല്ല കാര്യമാണ്. അതിന് ഗവൺമെൻറ് വേറെ ഫണ്ട് പലതും ചെയ്തിട്ടുണ്ടല്ലോ. പല കാര്യങ്ങളും ഗവൺമെൻറ് അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം.
സ്മാരകത്തിന് പകരം വീടല്ല, കുറച്ച് വീടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വേറെ എന്തെങ്കിലും കാര്യം കുറച്ച് നന്നായില്ല. അതായത് സലീംകുമാറിനെ ഓർക്കാൻ സ്മാരകവും വേറെ ഒന്നും കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും എന്താണ് കുറച്ച് സലീംകുമാറിന്റെ പേരിൽ വേറെ എന്തെങ്കിലും ചെയ്യണമല്ല നല്ലത് എന്നാണ് അഭിപ്രായം വന്നത്. അതിനെപ്പറ്റി നമ്മൾ വേറൊന്നും പറയാനില്ല. VD സതീശൻ സാർ ഇന്നലെ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു സലീംകുമാറിന്റെ പേരിൽ 1 കോടി രൂപക്ക് സ്മാരകം പണിയണം എന്ന് പറഞ്ഞിട്ട്. അതിലെന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? സ്മാരകത്തിന്റെ ആവശ്യം ഉണ്ടോ? നമ്മളെന്താ പറയാ, കുറെ ആൾക്കാർ വിമർശനത്തിന് വന്നിട്ടുണ്ടായിരുന്നു സ്മാരകത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ. ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമല്ലേ. നമ്മൾ സ്മാരകം പണിയണം, അത് കാഴ്ചപ്പെടാം. അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സതീശൻ സാറിനല്ലേ അറിയാൻ പറ്റുള്ളൂ. അത് രാഷ്ട്രീയമായിട്ടതാണോ സ്മാരകം പണി? രാഷ്ട്രീയമായിട്ടാൽ ആയിരിക്കാൻ സാധ്യതയില്ലല്ലോ. അത് വ്യക്തിപരമായ രീതിയിൽ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വല്ല പുള്ളിനോടുള്ള ആദരവ് എന്തെങ്കിലും ഉണ്ടായിരിക്കില്ല. സ്മാരകത്തിന് പകരം വീടോ വേറെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നില്ല. ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയണതിന് കുഴപ്പമില്ലല്ലോ. വിമർശനം എല്ലായിടത്തും ഇല്ലേ, 2 വർഷം പറയാനില്ലേ. ആ രീതിയിൽ പോയി കൂട്ടിയാൽ പോരെ. എന്ത് പറഞ്ഞാലും എന്ത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിന് 2 വശം കാണുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അതേപോലത്തെ ഉള്ളതാണ്. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ അതിനെപ്പറ്റി വേറൊന്നും അഭിപ്രായം പറയണ്ട. ഇപ്പോൾ സ്മാരകം തന്നെയാണ് നല്ലത്. ആയിക്കോട്ടെ, അതാണ് നല്ലത്. അല്ല ചേട്ടൻ സ്മാരകം തന്നെയാണോ നല്ലത്? സ്മാരകം പണിയട്ടെ, അതല്ല നല്ലത്. കാരണം അയൽവാസിയല്ലേ, നാട്ടുകാരനാണ്. എൻ്റെ അയൽവാസിയാണ്. സലീംകുമാറിൻ്റെ നാട്ടുകാരനാണ്. ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ സാറ് സലീംകുമാറിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിയണം 1 കോടി രൂപയുടെ എന്നുള്ള. അപ്പം അതിന് കുറേ വിമർശനം വന്നിട്ടുണ്ട്. ചേട്ടൻ എന്താണ് അഭിപ്രായം? സ്മാരകം പണിയണോ വേണ്ടയോ എന്നുള്ളതിൽ? സ്മാരകം പണിയണം. അവാർഡ് കിട്ടിയതല്ലേ, പുള്ളിക്ക് ദേശീയ അവാർഡ് കിട്ടിയ ആളല്ലേ, അപ്പോൾ പിന്നെ സ്മാരകം വേണമല്ലോ. ഇതിന് മുന്നേ കുറേ നടന്മാർ ഇതേപോലെ മരിച്ചു പോയപ്പോൾ അല്ലെങ്കിൽ നമ്മളോട് വിട പറഞ്ഞു പോയപ്പോൾ സ്മാരകം പണിതില്ല എന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ സ്മാരകത്തിന് പകരം വേറെ എന്തെങ്കിലും പണിയുന്നതല്ലേ നല്ലത് എന്നും പറയുന്നുണ്ട്. അതല്ല, പഴയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കാലഘട്ടമല്ലല്ലോ ഈ കാലഘട്ടം. ഇപ്പം നിങ്ങൾ തന്നെ ഫോണും കൊണ്ടുവന്നിട്ടില്ലേ? ആ കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടായ ഇല്ലല്ലോ. അപ്പം ഈ കാലഘട്ടത്തിലെ കാര്യമാണ് ഇപ്പോൾ നടക്കേണ്ടത്. പഴയ കാലഘട്ടത്തിൽ ഈ സലീംകുമാറിനേലും വലിയ നടന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിനാണ് അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങണത് അല്ലേ. ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു സലീംകുമാർ ജീവിച്ചിരുന്നെങ്കിൽ എന്താണ് ഇങ്ങനൊരു വന്നാൽ ഇങ്ങനത്തെ എന്താണ് അഭിപ്രായം വന്നാൽ ചേട്ടാ സ്മാരകം എൻ്റെ പേരിൽ പണിയേണ്ട ആവശ്യമില്ല എന്ന് പുള്ളി തന്നെ പറയുള്ളൂ എന്നാണ് പറയുന്നത്. അത് ശരിയായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ കർമ്മങ്ങളൊന്നുമില്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞൊരു നടനാണ്. അപ്പോൾ ചിലപ്പോൾ അത് പുള്ളി പറയുമായിരിക്കും. അതാണ് അഭിപ്രായം. ഇപ്പോൾ VD സതീശൻ സാറ് ഇന്നലെ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു 1 കോടി രൂപക്ക് സലീംകുമാറിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിയണം എന്ന് പറഞ്ഞിട്ട്. ചേട്ടൻ എന്താണ് അതിൽ അഭിപ്രായം? സലീംകുമാറിന് അത് നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൻ്റെ നല്ലൊരു മഹാനടനായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സ്മാരകം പണിയണുണ്ട്, തെറ്റില്ല. പക്ഷെ അത് ജനങ്ങളുടെ കാശെടുത്തിട്ട് പണിയണതിൽ ബുദ്ധിമുട്ടുണ്ട്. ജനങ്ങളുടെ കാശെടുത്ത് സ്മാരകം പണിയേണ്ട ആവശ്യം സലീംകുമാറിന്റെ നടനല്ല. ഓൾറെഡി ആളെ ഓർക്ക ഒരു സ്മാരകത്തിന്റെ ആവശ്യമുണ്ടോ? മഹാനടനാണ്. ഇവിടെ കുറെ കാര്യങ്ങൾക്ക് നമ്മളുടെ മുന്നിൽ കുറെ അധികം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ സ്മാരകത്തിന്റെ ആവശ്യമുണ്ട്. സ്മാരകത്തിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ അവരുടെ വീട്ടിൽ അവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്മാരകം വെക്കുന്നുണ്ട്. പിന്നെ ഇനി അതിൻ്റെതായിട്ട് ഇനി പുറത്ത് നമ്മുടെ ജനങ്ങളുടെ കാശെടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. നാട്ടുകാരൻ നിലയിൽ പറയാനുള്ളത്. വേറെ കാര്യം, സ്മാരകത്തിന്റെ പകരം വീടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ചെയ്യണമെങ്കിൽ കുറച്ച് നന്നായിരുന്നു. അതായത് പുള്ളി ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. നാട്ടുകാരോടൊക്കെ പറയണത് അങ്ങനെയാണ്. സലീംകുമാർ ജനങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പം നാട്ടുകാർ പറയാനേണ്ട, നമ്മൾ പറയണല്ല. അപ്പം അല്ല, ഞാൻ പറഞ്ഞതില്ലേ, ഇപ്പോൾ സ്മാരകത്തിന് പകരം ഗവൺമെന്റിന് സലീംകുമാർ എന്ന നടന്റെ പേരിൽ കുറെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വീടുകളോ അങ്ങനെ അതിന് പകരം നല്ല പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ അത് നല്ല ഇതായിരിക്കും. അതാണ് അഭിപ്രായം. നേരിട്ട് സംസാരിച്ചിട്ടില്ലേ?
ഏതാണ് സംസാരിച്ചിട്ടോ കണ്ടിട്ടോ അല്ല ഇതിലെപ്പോഴും പോണേണ് സംസാരിക്കാണ്ട് ഞങ്ങളെ വെറുതെ തെറി പറയും. എന്ന് വെച്ചാല് ഞങ്ങളുടെ വണ്ടി ഇവിടെയൊക്കെ വെക്കുമ്പോഴേ പുള്ളിക്കാരൻ ചിലപ്പോ ഇത്തിരി അങ്ങ് സൈഡ് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ വിളിച്ച് തെറി പറയും. ഇവരാണ് എന്റെ കഥാപാത്രങ്ങൾ. തമാശ രീതിയിൽ അല്ല ഇതുള്ള ഇതില് അതിപ്പോ ആരായാലും പറയിക്കുമല്ല വണ്ടി പുറത്താവും. വേറെ കുഴപ്പമൊന്നുമില്ല. ആള് നല്ല നടനൊക്കെയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ നാട്ടുകാരെന്തെങ്കിലും ചെയ്യുന്ന നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടക്കുറവാണ് പുള്ളിക്കാരൻ. എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇവിടെ വരുത്തരാണ്. ഇവിടെ നല്ല നടന്മാർ കുറേ നല്ല നടന്മാർ മൺമറഞ്ഞ് പോയിട്ടുണ്ട്. അവർക്കൊന്നും ഇതേമാതിരി സ്മാരകമൊന്നും പണിതിട്ടില്ല. പിന്നെ എന്തിനാണ് സലീം കുമാറിന് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? സ്മാരകത്തിൻ്റെ പേര് വേറെ എന്തെങ്കിലും ചെയ്യണം നല്ലത്. അതിന് മുന്നേ കുറേ സലീം കുമാറിനേക്കാളും നല്ല നടന്മാരും മഹാനടന്മാരൊക്കെ അദ്ദേഹത്തിന് അപ്പോഴൊന്നും ചെയ്യാത്തൊരു കാര്യം ഇപ്പത്തിൻ്റെ ആവശ്യമുണ്ടോയെന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അത് ഇത്രയും കോടി 1 കോടി രൂപ മുടക്കിയാണ് അത് ചെയ്യാൻ പോണെന്ന് പറയാനായിട്ട് നാട്ടുകാരൻ പറയും. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇന്നലെ VD സതീശൻ സാറ് മുഖ്യമന്ത്രി ഒരു ബഡ്ജറ്റ് പാസ്സാക്കി. സലീം കുമാറിന് വേണ്ടി 1 കോടി രൂപയ്ക്ക് വേണ്ടി സ്മാരകം പണിയണമെന്നുള്ളതിൽ ചേട്ടൻ എന്താണ് അഭിപ്രായം? സ്മാരകത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മതിയോ എന്നുള്ളത്? സ്മാരകത്തിനേക്കാളും നല്ലത് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും വീടോ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പാവങ്ങൾക്കോ അല്ലെങ്കിൽ ഗുണമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് ഇപ്പോൾ ഒരു സ്മാരകം പണിതുകൊണ്ട് അതുകൊണ്ട് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരു ഗുണമൊന്നും ഉണ്ടാകുമ്പോഴല്ല. പിന്നെ സലീം കുമാർ എന്ന് പറയുന്ന നടൻ നമ്മുടെ ഈ പറവൂര് ഒരു ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കാനായിട്ട് സ്മാരകം പണിയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി VD സതീശൻ എടുത്ത തീരുമാനം തെറ്റായി. തീരുമാനം പുള്ളിയുടെ നിലപാട് ശരിയായിരിക്കും, പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ VD സതീശൻ്റെ നിലപാട് തെറ്റാണ്, അല്ലെങ്കിൽ തെറ്റാണ്? അല്ല, പുള്ളിയുടെ നിലപാട് എൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടന് തെറ്റായിട്ടാണ്. ആ, സലീം കുമാറിൻ്റെ അയൽവാസിയാണ്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ 1 കോടി രൂപക്ക് സലീം കുമാറിന് വേണ്ടി സ്മാരകം പണിയണം എന്നിട്ട് ചേച്ചി ഇറക്കിയിട്ടുണ്ടായിരിക്കും. സ്മാരകത്തിന്റെ ആവശ്യമുണ്ടോന്ന് പേരിൽ കുറെ അധികം വിമർശനം വന്നിട്ടുണ്ട്. ചേച്ചിക്ക് അയൽവാസി എന്ന നിലയിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്മാരകത്തിന് ആവശ്യമുണ്ടോ? ചേച്ചി അമ്മയുടെ ഞാൻ പറയാം. ഞാൻ ചേച്ചിനോട് ചോദിച്ചതിന്റെ അമ്മയുടെയും ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ സ്മാരകത്തിന്റെ പകരം വേറെ എന്തെങ്കിലും വീടോ ജനങ്ങൾക്ക് ഉപകാരം വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാം. സ്മാരകത്തിന്റെ ആവശ്യം ഇല്ല എന്നാണോ? അങ്ങനെ നമ്മൾ പറയണത് ശരിയല്ല. അല്ല, ചേച്ചിയുടെ അഭിപ്രായം ഉണ്ടല്ലോ, അയൽവാസിയല്ലേ, നിങ്ങളുടെ അഭിപ്രായത്തിന് ഭയങ്കര വില. അദ്ദേഹത്തിന് ഇപ്പൊ സ്വത്തുകളൊക്കെ ഉണ്ടാവും. അപ്പൊ പാവങ്ങൾക്ക് വീട് വെച്ച് നൽകണ്ടേ? അദ്ദേഹത്തിന്റെ പേര് വീട് വെച്ച് കൊടുക്കല്ലേ കുറച്ചുകൂടി നല്ലതായി? അദ്ദേഹത്തിന് പേരില്ലേ പാവങ്ങൾക്ക്. അദ്ദേഹത്തിന്റെ പേരിൽ പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാം. VD സതീശൻ ഇന്നലെ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ സലീം കുമാറിന് വേണ്ടി സ്മാരകം പണിയണം 1 കോടി രൂപക്ക് എന്നുള്ളതിൽ അതിൽ തന്നെ കുറേ ആൾക്കാർ അഭിപ്രായം എന്തിനാണ് സ്മാരകം പണിയേണ്ട ആവശ്യമുണ്ടോ എന്ന പേരിൽ കുറേ ആൾക്കാർ വിമർശനം ഉന്നയിച്ചിട്ടായിരുന്നു. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് വേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അദ്ദേഹം ഒരു ഭാരത് അവാർഡ് കിട്ടിയ ആളാണ്. നല്ല ഇന്നലത്തെ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് നല്ലൊരു ഹാസ്യ നടനാണ്. ചേട്ടൻ സലീം കുമാറിൻ്റെ അയൽവാസിയാണ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെയൊക്കെ നാട്ടിലൊക്കെ നല്ല അഭിപ്രായവും നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. യാതൊരു കുഴപ്പമൊന്നുമില്ല. ഇല്ല, തീർച്ചയായിട്ടും വേണ്ട കാര്യം തന്നെയാണ്. അതെനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ സ്മാരകത്തിന് പകരം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് വീടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നില്ലേ എന്ന് പറയുന്നത്. അതൊക്കെ സർക്കാർ വേണ്ട പോലെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തെ ഓർമ്മിക്കാനായിട്ട് ഇത് തന്നെ ആയിരിക്കും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. സ്മാരകത്തിൻ്റെ ആവശ്യമുണ്ടോ സലീം കുമാറിൻ്റെ ഓർക്കാൻ വേണ്ടിയിട്ട്? ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വളരെ അടുത്തൊരു ഫ്രണ്ടും ആണ്. പിന്നെ വളരെ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. ക്ഷേത്രങ്ങളുടെ ആവശ്യത്തിനായാലും ദേവാലയങ്ങളുടെ കാര്യത്തിനൊക്കെ നല്ല സഹായം ചെയ്യുന്ന ആളാണ്. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം എല്ലാം കൊണ്ടും നല്ല സ്നേഹവും നല്ല പെരുമാറ്റമുള്ള
ആൾ തന്നെയാണെന്നാണ്. സ്മാരകം വേണമെന്നാണ് ചേട്ടൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യം. ഞാനൊരു അയൽവാസിയാണ്. പിന്നെ എനിക്ക് അദ്ദേഹത്തെ വളരെ അടുത്തറിയാം. കൂടുതൽ അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ അദ്ദേഹം വർത്തമാനം പറയാനില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്നേഹവും പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ നല്ല കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം. വാസികളായ നിലയ്ക്ക് അപ്പോൾ അതായത് ചോദിച്ചു പറഞ്ഞാൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറ് ഇന്നലെ സലീം കുമാറിന് വേണ്ടിയിട്ട് 1 കോടി രൂപക്ക് സ്മാരകം പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ അധികം വിമർശനം ഉന്നയിച്ചിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയൽവാസി എന്ന നിലയ്ക്ക് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? സ്മാരകത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത്? എനിക്കൊരു കുഴപ്പമില്ല, നല്ലതല്ലേ? സ്മാരകം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നല്ലതല്ലേ? സലീംകുമാർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, നല്ലതല്ലേ? അല്ല, വി ഡി സതീശൻ സാറ് മുഖ്യമന്ത്രി എന്താണ് സലീം കുമാറിന് വേണ്ടിയിട്ട് 1 കോടി രൂപക്ക് സ്മാരകം പണിയണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. ജനങ്ങൾ എന്തിനാ സ്മാരകത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വരുന്ന കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. സ്മാരകത്തിന് പകരം വേറെ എന്തെങ്കിലും വീടോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതല്ല കുറച്ചുകൂടി നല്ലതെന്ന് അറിയുന്നുണ്ട്. ചേച്ചി സലീം കുമാറിൻ്റെ അയൽവാസിയാണ്, നാട്ടുകാരിയാണ്. അതിലെന്താ പറയാനുള്ളത്? സ്മാരകത്തിന് സതീശൻ സാറിന്റെ ഇതല്ലേ, നമുക്കതിലൊന്നും പറയാൻ. ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് അതിൽ സ്മാരകം പണിയുന്നത്, അതുകൊണ്ടാണ് പലരും വിമർശിച്ചത്. എനിക്കൊന്നും പറയാനില്ല, വേണ്ടെന്നാണ് എൻ്റെ ഇത്. അതിന്റെ ആവശ്യമില്ല, വേണ്ട ആവശ്യമില്ല. അതിന് പകരം വേറെ എന്തെങ്കിലും വീടൊക്കെ ആണെങ്കിൽ ഉപകാരപ്പെടും. വീടില്ലാത്തവർക്ക് വീടൊക്കെ കൊടുക്കുക, വെച്ച് കൊടുക്കുക, റോഡൊക്കെ നന്നാക്കുക, അതൊക്കെയാണ് പറയണം. ഓക്കെ.